സുഹൃത്തുക്കളെ, ഷമീറാണ്. ഈ റോഡുണ്ടല്ലോ, ഈ റോഡാണ് പിന്നെ പുതിയ ഈസ്റ്റിൽ നിന്ന് വരുന്ന റോഡ്, അയിരൂരിൽ നിന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് നേരെ വരുന്നത് ഇങ്ങോട്ട് എവിടേക്കെന്നറിയോ? നമ്മുടെ ഹൈവേയിലേക്കാണ്. ഇതിങ്ങനെ വന്ന് കയറുന്നത് ഈ ഹൈവേയിലേക്കാണ്. കണ്ടാ, ഇതാണ് ഹൈവേ. പുതിയ വെസ്റ്റ്, പുതിയ ജുമാ മസ്ജിദാണ്, മൊഹിദ്ദീൻ ജുമാ മസ്ജിദാണ് ആ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ വികസനം വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡും രണ്ട് ഭാഗം പോലെ തന്നെ ആയി. മറ്റേത് അപ്പുറത്തും ഇപ്പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിരുന്നു, കച്ചവടത്തിനൊക്കെ ആയിട്ട് വന്നിരുന്നു, സാധനം മേടിക്കാനൊക്കെ ആയിട്ട് വന്നിരുന്നു. അതൊക്കെ മാറിപ്പോൾ രണ്ട് സെക്ഷനാക്കി മാറ്റിപ്പോൾ ഹൈവേ വന്നതോടുകൂടി അങ്ങനെ ആയല്ലോ. അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ കടകളൊക്കെ ഉണ്ടല്ലേ, ഈ കടകൾ പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും അവിടെ ഒന്ന് രണ്ട് കടകളൊക്കെ ഓപ്പണാണ്. ആ ഓപ്പണായിട്ടുള്ള കടകൾക്കൊക്കെ അപ്പുറത്തുനിന്ന് ഇതിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. അത് ഈ ഒരു സൈഡിലത്തെ കച്ചവടം ഒരു സൈഡിൽ തന്നെ, മറ്റേ സൈഡിലത്തെ കച്ചവടം മറ്റേ അങ്ങനെ ആയി. കാരണം അങ്ങോട്ട് കടക്കാനുള്ളൊരു ഗ്യാപ്പില്ലാണ്ടായി മാറി. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കച്ചവടത്തിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അത്. അതാണ് ഇപ്പോൾ ഒരാളോട് സംസാരിച്ചപ്പോൾ, ആ കടയിലത്തെ ഒരാളോട് സംസാരിച്ചപ്പോൾ ശരിക്കും കച്ചവടത്തിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താ, ഹൈവേ കൊണ്ട് വികസനം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതുപോലെ ചെറുകിട ആൾക്കാർക്കൊക്കെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കൈകളിലല്ല കാര്യങ്ങളൊന്നും. എന്തായാലും ഇപ്പോൾ ഈ ഒരു കാഴ്ച ഞാൻ വന്നപ്പോൾ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് പകർത്തിയതാണ്. ഓക്കെ ഗൈസ്, ബൈ. ഐ എം ഷമീർ.